SNDP യോഗം 334 നമ്പർ ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടാമത് പുനഃപ്രതിഷ്ഠാ വാർഷികവും അഷ്ടനാഗബലിയും സപ്തദിന പാരായണവും മെയ് 7 വരെ നടക്കും. ചടങ്ങുകളുടെ ഉദ്ഘാടനം നടന്നു. SNDP യോഗം കായംകുളം 334 നമ്പർ ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടാമത് പുനഃപ്രതിഷ്ഠാ വാർഷികവും അഷ്ടനാഗബലിയും സപ്തദിന പാരായണവും മെയ് 7 വരെ നടക്കും. ക്ഷേത്ര മേൽശാന്തി ശിവഗിരി മഠം ശിവനാരായണ സ്വാമികളുടെയും ക്ഷേത്ര മേൽശാന്തി ബിനീഷ് രാജിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ചടങ്ങുകളുടെ ഉദ്ഘാടനം കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു. പിന്നോക്ക ജനവിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ മഹത്തായ പ്രസ്ഥാനത്തെ അതിനെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും അടുത്ത തലമുറയിലേക്ക് അത് വളരെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമുടി പോലെ കാത്തു സൂക്ഷിച്ചേൽപ്പിക്കുകയും ചെയ്യേണ്ട വലിയ ഒരു ചുമതല നമുക്കെല്ലാവർക്കും ഉണ്ട്. അവിടെ ഈ സമുദായത്തെ ദുർബലപ്പെടുത്തുവാൻ ചില ശ്രമങ്ങൾ അത് കാലങ്ങളായി നടന്നു വരുന്നതാണ്. സ്വന്തം ജീവനും ജീവിതവും ജീവിത സമ്പാദ്യവും ഈ സമുദായത്തിന് വേണ്ടി മുന്നിൽ വെച്ച് ജീവിതം അവസാനിച്ച് പോയാലാണ് ഡോക്ടർ പൽപ്പു. നമുക്ക് ഡോക്ടർ പൽപ്പുവിനെ മറക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് ജാതിയുടെ പേരിലുണ്ടായ അവഗണന, അതിൽ നിന്നാണ് SNDP യോഗം എന്ന പ്രസ്ഥാനത്തിന് ജന്മം കൊടുക്കുന്നത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു പോയൊരു കാര്യം, എഴുതി വെച്ചൊരു കാര്യം, ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ ശവകുടീരത്തിന് മുകളിൽ ഒരു ഈഴച്ചമ്പകം നട്ടുവളർത്തണം. ആ ഈഴച്ചമ്പകത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അതിൻ്റെ വേരുകൾ ആർന്ന് താഴേക്കിറങ്ങും, ആഴ്ന്നിറങ്ങും. അത് എൻ്റെ സ്വപ്നങ്ങളായി ആ ചെമ്പകം പൂത്തുലയും. ആ ചെമ്പക ചുവട്ടിലിരുന്ന് ഞാൻ കാണും, എൻ്റെ സമുദായം ഈ രാജ്യം ഭരിക്കുന്നത് കാണും എന്നെഴുതി വെച്ച് ജീവിതം ഈ സമുദായത്തിന് വേണ്ടി നൽകിപ്പോയ ഡോക്ടർ പൽപ്പു ജന്മം കൊടുത്ത ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഏവർക്കുണ്ട്. അപ്പോൾ വിഘടന പ്രവർത്തനങ്ങൾ, ഈ സംഘടനയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ പിന്തിരിഞ്ഞ് ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സംഘടനയെയും ഈ ശാഖായോഗത്തെയും ഈ ക്ഷേത്രത്തെയും ഉന്നതിയിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പുനഃപ്രതിഷ്ഠാ വാർഷികത്വം അതോടൊപ്പം അഷ്ടനാഗബലിയും 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. ഈ ചടങ്ങിനെ ധന്യമാക്കുവാൻ പുനഃപ്രതിഷ്ഠാ വാർഷികവും വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് നമ്മുടെ ശാഖായോഗം സെക്രട്ടറി പറഞ്ഞതുപോലെ ധാരാളം ഭക്തജനങ്ങൾ അകമഴിഞ്ഞ സഹായമാണ് നമ്മുടെ ദേവസ്വത്തിലേക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ പേരുകൾ തന്നെ പറയുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷകരമാണ്. പക്ഷെ അവരുടെ പേരുകളെല്ലാം തന്നെ പറയുന്നില്ല. പക്ഷേ എങ്കിലും പ്രധാനമായിട്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ ഒരു ദിവസത്തെ അന്നദാനവും മറ്റ് പൂജാക്രമങ്ങളും അതുപോലെ 2 വനിതാ കൂട്ടായ്മകൾ നടത്തും. 3 വനിതാ കൂട്ടായ്മകൾ നടത്തുന്ന വലിയ ഗംഭീരമായ ഓരോ ദിവസത്തെയും നമ്മുടെ പരിപാടികൾ. ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് PB ശശിധരൻ, യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ, വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി ഭാസുര മോഹൻ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് MK പ്രദീപ്, സെക്രട്ടറി മണിക്കുട്ടൻ, ദേവസ്വം സെക്രട്ടറി രാജഗോപാലൻ, യൂണിയൻ കമ്മിറ്റി അംഗം ശിശുപാലൻ, കമ്മിറ്റി അംഗങ്ങളായ ബാബു, പ്രവീൺ, ആനന്ദ്, വിഷ്ണുരാജ്, മണിലാൽ, വിഷ്ണുദാസ്, അജിത് കുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ് കായംകുളം.